JB കൂടി കോടതിയിൽ നിന്നും ചേരുകയാണ്. ജിബിൻ, ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നത്? ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും കുറ്റക്കാരൻ തെളിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? അക്ഷയ, ഈ തൊണ്ടി മുതലിൽ, അതായത് ഓസ്ട്രേലിയൻ പൗരൻ ലഹരി കേസിലെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചതിലാണ് ഇപ്പോൾ ആന്റണി രാജു ഒന്നാം പ്രതിയായ കേസിൽ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ IPC 120B, 201, 193, 409, 33 ഈ വകുപ്പുകളിലാണ് ഇപ്പോൾ ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 409 എന്ന് പറയുന്നത് IPC 409 ശിക്ഷാവിധി, പക്ഷേ കീഴ്ക്കോടതിക്ക് വിധിക്കാൻ സാധിക്കില്ല. ആ ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 409 എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു വിശ്വാസവഞ്ചനയാണ്. അതിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ജോസ് രണ്ടാം പ്രതി, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ കോടതിയിലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ക്ലർക്കായിട്ടുള്ള ജോസാണ് ഇത് കോടതിയിൽ നിന്ന് ഈ തൊണ്ടി മുതൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിന് കൊടുക്കുന്നത്. പിന്നീടാണ് ആന്റണി രാജു ഈ തൊണ്ടി മുതൽ, അതായത് തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഇവിടെ അടിവസ്ത്രമാണ്, അടിവസ്ത്രത്തിന്റെ അകത്താണ് ഈ ലഹരി കടത്തിക്കൊണ്ട് വന്നു എന്നന്ന് കണ്ടെത്തിയിരുന്നത്. ആ അടിവസ്ത്രത്തിന്റെ അളവ് കുറച്ചാണ് പിന്നീട് കോടതിയിൽ ഈ തൊണ്ടി മുതൽ ഇവർ ഈ സെക്ഷൻസിൽ, അതായത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്ലർക്ക് ഈ തൊണ്ടി മുതൽ വീണ്ടും കൊണ്ട് കോടതിയുടെ ലോക്ക് വയ്ക്കുന്നത്. അപ്പോൾ ആ സാധനത്തിലാണ് ഇവിടെ അട്ടിമറി കണ്ടെത്തിയത്. അതായത് അടിവസ്ത്രത്തിന്റെ അളവ് കുറച്ചാണ് ഈ സാധനം അവിടെ എത്തിച്ചിട്ട് അങ്ങനെയാണ് ഈ സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്ന പ്രതിയെ കോടതി എന്ന് വിട്ടയക്കുന്ന, അതായത് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തിയപ്പോൾ അവിടെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ ഇവർ 2 പേരും കുറ്റക്കാരാണ് എന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും ഈ കോടതിയിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, പ്രത്യേകിച്ച് 2022 സുപ്രീം കോടതി എത്രയും വേഗം ഈ കേസ് അവസാനിപ്പിക്കണം, ഇതിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ വിധി പുറത്തുവിടണമെന്ന് പറഞ്ഞത് പിന്നാലെയാണ് ഈ കേസ് 19 വർഷം ഒരു ചലനം പോലും ഇല്ലാതിരുന്ന കേസ് പിന്നീടാണ് വളരെ വേഗതയിൽ ഈ കേസിന്റെ വാദം കോടതി കേട്ടത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നെടുമങ്ങാട് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഈ നെടുമങ്ങാട് ജനപ്രതിനിധികളുടെ കോടതിയിൽ, പ്രത്യേക കോടതിയിലേക്ക് കേസ് എത്തുക തന്നെ ചെയ്യുന്നത്. ഞാൻ തിരികെ എത്താം ജിബിനിലേക്ക്.